അസ്സലാമു അലൈക്കും. വാലേക്കും സലാം യൂസിഫ് അങ്കിൾ. ഇന്ന് നിനക്ക് സ്കൂളില്ലേ? ഇല്ല അങ്കിൾ, ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ്. അങ്കിൾ ഇന്നൊരു കഥ പറഞ്ഞു തരാമോ? നിനക്ക് സഹാബ കഥകൾ ഇഷ്ടമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മറ്റൊരു കഥ പറയാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു സഹാബിയായ അബൂ ഉബൈദ് ബിൻ അൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ശരി അങ്കിൾ, വേഗം പറയൂ. അബൂ ഉബൈദ് ബിൻ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ബിസ്മില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു അബൂ ഉബൈദ് ബിൻ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത 10 സഹാബികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം പ്രവാചകനോടും അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടും വളരെയധികം വിശ്വസ്തത പുലർത്തിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തെ അനേകം മുസ്ലിം സൈന്യങ്ങളുടെ കമാൻഡറായി നിയമിച്ചിരുന്നു. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഖലീഫയായി നിയമിച്ചിരുന്നു. AD 583 അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ബനു അൽ ഹരിദ് ബിൻ ഫിഹ്റിന്റെ കുടുംബത്തിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ വിനയവും ധീരതയും കൊണ്ട് ഖുറൈശി ഗോത്രത്തിൽ അദ്ദേഹത്തെ ഒരു ശ്രേഷ്ഠനായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന് മക്കയിലെ മറ്റു മുസ്ലിങ്ങളെ പോലെ വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ജീവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഖുറൈശികളിൽ നിന്ന് ധാരാളം അവഗണനയും എതിർപ്പുകളും സഹിക്കേണ്ടി വന്നു. മുസ്ലിങ്ങൾക്കെതിരായ അക്രമം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ കാലത്ത് ഖുറൈശി ഗോത്രത്തിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ഒരേ ഒരാളായിരുന്നു അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തിലെ വലിയ ശത്രുവായി അവർ അദ്ദേഹത്തെ കണക്കാക്കപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം പ്രവാചകന്റെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ശത്രുക്കൾ കൂടുതൽ ശക്തിയാർജിച്ചു വരുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയപ്പോൾ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തോടൊപ്പം മദീനയിലേക്ക് പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ജനങ്ങളെയും അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം അവരോട് വളരെയധികം ആത്മാർത്ഥതയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അദ്ദേഹത്തെ ബഹ്റൈനിലെ ആമിൽ അഥവാ നികുതി ശേഖരിക്കുന്ന ആളായി നിയമിച്ചു. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അദ്ദേഹം ഒരു വലിയ പടയാളിയായിരുന്നു. ബദ്ർ യുദ്ധത്തിൽ മക്കയിലെ ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നടന്ന ആദ്യ പ്രധാന യുദ്ധത്തിൽ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നു. ഒരു വലിയ വരൾച്ചയുടെ കാലത്ത് അറേബ്യയിൽ വലിയ ക്ഷാമമുണ്ടായി. വരൾച്ചയുടെ ഫലമായി പട്ടിണിയും പകർച്ചവ്യാധികൾ മൂലം കുറെ ആളുകൾ അവശരായി. അറേബ്യയിലുടനീളെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ ഭക്ഷണത്തിനു വേണ്ടി മദീനയിൽ എത്തിച്ചേർന്നു. എന്നാൽ മദീനയിലെ ഭക്ഷ്യശേഖരവും കുറഞ്ഞു വന്നിരുന്നു. എന്നിട്ടും ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട ഖലീഫ അവർക്ക് ഭക്ഷണത്തിന് വഴി കണ്ടെത്തുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പ്രവിശ്യകളുടെ ഗവർണർക്ക് ഒരു കത്തെഴുതി. കത്ത് കിട്ടിയ ഉടൻ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി അയച്ചു. അദ്ദേഹം തന്റെ കത്തിൽ ഇങ്ങനെ എഴുതി: ഞാൻ ഒരു സംഘം ആളുകളെ അങ്ങോട്ട് അയക്കാം. അതിന്റെ ഒരറ്റം ഇവിടെ സിറിയയിലും മറ്റേ അറ്റം മദീനയിലുമായിരിക്കും. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു അയച്ച ഭക്ഷണ വിതരണക്കാർ 4000 ഒട്ടകങ്ങളുടെ പുറത്ത് ഭക്ഷ്യശേഖരണവുമായി ആദ്യം മദീനയിൽ എത്തിച്ചേർന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പേരുണ്ടായിരുന്നു. അത്
ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ അളവിലുള്ള ഭക്ഷണ വിതരണം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മദീനയുടെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇത് വിതരണം ചെയ്യുന്നതിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നിയമിച്ചു. വളരെ വലിയ ഒരു പ്രതിസന്ധി സമയത്തും അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദാരമായ സഹായത്തിലും പരിശ്രമത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തോട് വളരെയധികം മതിപ്പ് തോന്നി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹസൂചകമായി കുറച്ച് സഹായദാനം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. താൻ ചെയ്തത് തന്റെ കടമയാണെന്നും അത് അള്ളാഹുവിന്റെ ഉദ്ദേശം പ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷാമത്തിനു ശേഷം 9 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊരു പ്രശ്നം നേരിടേണ്ടി വന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന സിറിയയിൽ ഒരു പകർച്ചവ്യാധി പടർന്നു. ധാരാളം ആളുകൾ മരണപ്പെട്ടു. രോഗം ജീവിച്ചിരുന്നവരിലേക്കും പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പകർച്ചവ്യാധിയെ കുറിച്ചുള്ള വാർത്ത അദ്ദേഹം അറിഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അനുയായികളുടെ നിർദ്ദേശപ്രകാരം സിറിയയുടെ അതിർത്തി പ്രദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് കണ്ട അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമർ, അങ്ങ് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്നും ഓടിപ്പോകുകയാണോ? ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് ഞെട്ടലുണ്ടായി. അദ്ദേഹം വിഷമത്തോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്നും ഓടിപ്പോകുകയായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. സിറിയയിൽ നിന്നും ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്ന കാരണം സുരക്ഷിതമല്ലാത്ത പക്ഷം രോഗബാധയുള്ള സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരുന്നു. പകർച്ചവ്യാധി മൂലം സിറിയയിലെ ജനസംഖ്യ തകർന്നു. ഖലീഫ തന്റെ സന്ദർശനത്തെ റദ്ദാക്കുകയും മടങ്ങിപ്പോകുകയും ചെയ്തു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പിൻഗാമിയാക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സിറിയയിൽ നിർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. അത്യാവശ്യമായി ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. രാത്രിയിലാണ് ഈ കത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ പ്രഭാതത്തിന് മുൻപ് പുറപ്പെടുക. പകൽ സമയത്താണ് ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും സന്ധ്യക്ക് മുൻപ് പുറപ്പെടുക. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ ജനത്തോട് വളരെയധികം വിശ്വസത പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി സമയത്തും അവരെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി നൽകി, നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ മുസ്ലിങ്ങളുടെ സൈന്യത്തോടു കൂടെയാണ്. അവരനുഭവിക്കുന്ന പീഡനത്തിൽ എനിക്ക് മാത്രം രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു എന്നെ അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ കത്ത് അങ്ങയുടെ കയ്യിൽ എത്തുന്ന സമയം അങ്ങയുടെ ഉത്തരവിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനും എന്നെ ഇവിടെ തന്നെ തങ്ങുവാനും അനുവദിക്കണം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഈ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആൾ ചോദിച്ചു, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? മരണം അദ്ദേഹത്തിന്റെ വളരെ അടുത്താണ്. ഖലീഫ മറുപടി പറഞ്ഞു, അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യം മോശമാവാതിരിക്കാൻ ചൂട് കുറവുള്ള ഏതെങ്കിലും ഒരു ഉയർന്ന ഭൂപ്രദേശത്തേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും മറ്റൊരു ദൂതനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അനുസരിച്ചു. അദ്ദേഹം തന്റെ ആളുകളുമായി ചെറിയ ഒരു മലയായ ജബിയയിലേക്ക് പോയി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സിറിയ വിട്ടു പോകാത്തതിന്റെ മറ്റൊരു കാരണം, ഒരു പ്രദേശത്ത് ഒരു പകർച്ചവ്യാധിയോ മറ്റോ വന്നാൽ അവിടെയുള്ള ആരും മറ്റു പ്രദേശത്തേക്ക് പോകുകയോ പുറത്തു നിന്നുള്ള ആരും അങ്ങോട്ട് പ്രവേശിക്കുകയോ ചെയ്യരുത് എന്ന് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് അദ്ദേഹം പ്രവാചകനോട് എത്ര ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നാണ്. ഉടൻ തന്നെ അദ്ദേഹം ജിബിയയിലേക്ക് പോയെങ്കിലും അപ്പോഴേക്കും അദ്ദേഹത്തിന് രോഗം പിടിപെട്ടിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം മുആദ് ബിൻ ജബലിനെ തന്റെ പിൻഗാമിയായി നിയമിക്കുകയും അദ്ദേഹത്തെ ജനങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മറ്റു സഹാബികളുമായി താരതമ്യം ചെയ്യുമ്പോൾ
അദ്ദേഹം വളരെ അടക്കമുള്ള വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത്. മെലിഞ്ഞ് പൊക്കം കൂടിയ പ്രകൃതിയായിരുന്നു അദ്ദേഹത്തിന്. മുഖം എപ്പോഴും വളരെ പ്രസന്നമായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം വളരെ വിനീതനും താഴ്മയുള്ളവനും അല്പം നാണക്കാരനുമായിരുന്നു. എന്നിട്ടും പ്രയാസമേറിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഗൗരവപൂർണവുമായ ഒരാളായി മാറി. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണല്ലേ അബു? മാഷാ അല്ലാ. അതെ അങ്കിൾ, തീർച്ചയായും അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു. ഞാനിപ്പോൾ പോകുന്നു. നാളെ മറ്റൊരു കഥ പറയാം. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാ. മാസ്സലാമ അങ്കിൾ.